ഇപ്പോഴാണ് നല്ല ട്രാഫിക് കേട്ടോ അവിടെ. രണ്ട് സൈഡിലും ഓട്ടോ പാർക്കിംഗ്, അതുപോലെ തന്നെ കാറ് പാർക്ക് ചെയ്യുക, അതുപോലെ ട്രാവലർ, ചെറിയ മഹേന്ദ്ര ടൂറിസ്റ്റ് ബസ് വണ്ടിയൊക്കെ ഇവിടേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും ഇവിടേക്ക് കടത്തി വരില്ല, ഇവിടേക്ക് അലോഡല്ല. ചെറിയ വണ്ടികളൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വന്ന് തിരിച്ച് നല്ല സൗകര്യമുണ്ട്. ശരിക്കും വലിയ വണ്ടിക്ക് വന്ന് ഞാൻ തിരിച്ചു പോകാൻ ഒരുപാട് പ്രയാസമല്ല. കാരണം മൊത്തം തിരക്കാണ്. മൊത്തം തിരക്കിൻ്റെ ഉള്ളിൽ വലിയ വണ്ടി വളഞ്ഞു പോകാൻ പറഞ്ഞാൽ അതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ വണ്ടികൾ മാത്രം ഇവിടേക്ക് കടത്തുള്ളൂ കേട്ടോ, ഈ ധനുഷ്കോടിയിലേക്ക്. അപ്പം നമ്മുടെ വന്ന വണ്ടി നമ്മൾ റൂം എടുത്തോടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾഡ് ധനുഷ്കോടി സിറ്റിയിലെത്തിയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള കാണാനുള്ള കാഴ്ചകൾ. കാരണം നമ്മൾ പണ്ട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ഉള്ള സ്ഥലങ്ങൾ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ പള്ളിയുണ്ട്, പള്ളിയിലേക്കാണ് പോകുന്നത്. പിന്നെ തൊട്ട് അടുത്തന്നെ ഇതിൻ്റെ കാണിക്കുന്ന മെഡിക്കൽ കോളേജ്, അതുപോലെ ഓരോ ധനുഷ്കോടി ടൗണിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പള്ളിന് പണ്ട് കാലത്തുണ്ടായ പള്ളി, പിന്നെ അതുപോലെ ഇവിടെ മൊത്തം കക്കകളോടുള്ള ഐറ്റംസ് ആയിട്ട് ഈ കടകളിലൊക്കെ കാണുന്നത്. കക്കകളും ശംഖുകളൊക്കെയാണ് കടകളിൽ മൊത്തം. അപ്പോൾ നമ്മൾ ഓൾഡ് ധനുഷ്കോടിയിലെ ചർച്ചാണ് കാണുന്നുണ്ട്. അപ്പോൾ 1964 ചുഴലി കൊടുങ്കാറ്റിൽ നശിക്കപ്പെട്ട ധനുഷ്കോടി സിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഈ സിറ്റി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു തുറമുഖം തന്നെ ആയാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. പക്ഷേ ചുഴലി കൊടുങ്കാറ്റിൽ നശിക്കപ്പെട്ടു പോയതിൻ്റെ പിന്നീട് ഇതിൻ്റെ പ്രയാനഗരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ചർച്ചയാണ്. അപ്പോൾ ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് കാണാനുള്ള സൗകര്യത്തിനുള്ള വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ട്, ചെറിയ കൈവരിയൊക്കെ അടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം. നല്ല വെയിലുള്ള സ്ഥലമാണ്. അതുപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഉണ്ട്. ഇവിടെ അധികം ജനവാസ ഉള്ള മേഖല അല്ല. അതുപോലെ ചെറിയ ചെറിയ കടകൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. കാരണം നമുക്കിവിടെ ഈ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം ഇവിടെ ആർക്കും ബിൽഡിങ്ങുകളോ അതോ വീടുകളോ വെച്ച് താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അതാണ് ഇവിടെ കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ കടകൾ, നല്ല നല്ല മീൻ കടകളും, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉള്ള മീനിൻ്റെ വെറൈറ്റികളുള്ള കടകളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതാണ് പള്ളിയുടെ ബാക്കിലേക്കുള്ള ഭാഗം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കവാടങ്ങളാണ് തോന്നുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് മൊത്തം നശിക്കപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1964 ഉണ്ടായ ചുഴലി കൊടുങ്കാറ്റാണ് നശിക്കപ്പെട്ടത്. ഈ ധനുഷ്കോടിയിലെ ഈ ചർച്ച് കാണാൻ വരുന്ന യാത്രക്കാർക്ക് നടന്ന് കാണാനുള്ള സൗകര്യത്തിനായിട്ട് ഇവിടെ ചുറ്റും മരത്ത് കൊണ്ടുള്ള ഒരു കൈവരി, ഒരു നടപ്പാതയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നടപ്പാതയുടെ ചുറ്റും കൈവരികളൊക്കെ അടിച്ച് നമുക്ക് ഇത് റൗണ്ട് ചെയ്ത് കാണാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് തോന്നുന്നത് ഉള്ളിലത്തെ കാണുന്നത് പള്ളിയുടെ അൾത്താരം കാര്യങ്ങളൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് നടന്ന് ചുറ്റി കണ്ടിട്ട് പോകാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് ഉള്ള കാരണം അധികം ആൾക്കാർ കയറണമല്ലേ, കാരണം ചില സ്ഥലങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കണം. അപ്പോൾ പെയിൻറ്റിങ് ഉണങ്ങിയ ഭാഗത്തോടെ നമ്മൾ കടന്നു വന്ന് ഈ പള്ളിയുടെ വീഡിയോ എടുത്തത് കേട്ടോ. ഇവിടെയുള്ള ഷോപ്പുകളിലുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അവിടെയൊക്കെ കക്കകളും ശംഖുകളും കൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഡോറിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരുപാട് അലങ്കാര സാധനങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കടകളും ഓല കൊണ്ട് മേഞ്ഞ കടകളാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. താൽക്കാലികമായുള്ള ഷെഡുകളാണ് ഇതൊക്കെ. ഇവിടെ ബിൽഡിംഗ് ഇവിടെ മൊത്തം മണലായി കിടക്കണ്ടോ. ഇതൊക്കെ പണ്ട് എന്തോ സംഭവമായത്. ഇവിടെ ഒരുപാട് കുപ്പികൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം മദ്യക്കുപ്പികളും ഒരുപാട് കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. മൊത്തം മണലാട്ടോ, ഫുള്ള് മണൽ കിടക്കണം. അതെ അവിടെ അറ്റത്ത് കണ്ടൊരു വാച്ച് ടവർ. അപ്പോൾ നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അടികൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കാരൻ പറഞ്ഞത് ഓപ്പണിംഗ് അല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വാച്ച് ടവറിലേക്ക് നടന്ന് എത്താൻ പറ്റുന്നറിയാം. പക്ഷെ നമ്മുടെ കൂടെ വന്ന ഒരാൾ പോലും നമ്മുടെ ബാക്കിലില്ല കേട്ടോ. നമ്മൾ മാത്രം നടന്നു. ഇവിടെ ഒക്കെ ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുറ്റികളും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പണ്ടത്തെ ഓൾഡ് റെയിൽവേ ഗോഡൗൺ കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ ചെറിയൊരു ഫോട്ടോ ആ കയറി വരുന്ന എൻട്രൻസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ഇതാണ് റെയിൽവേയുടെ ഗോഡൗണ്. ഇതൊക്കെ മൊത്തം ചെറിയ ചുടുകട്ടയൊക്കെയാണ് പണിതേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇതൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടേക്കാട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അവിടെ ആകെ വൃത്തികേടാക്കിയിട്ടേക്കാട്ടോ. അപ്പം നമുക്ക് എന്തായാലും നടന്നത് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ അറ്റത്ത് കണ്ടൊരു ചെറിയ ബിൽഡിംഗ് കാണുന്നുണ്ട്.
അപ്പോൾ അവിടെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ഭാഗത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തൊരു സംഭവം എന്നാൽ ചോദിച്ചോളൂ. ഈ ഫോട്ടോ നമ്മുടെ കണ്ടിട്ട് വരും. ഒന്നല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്കൂള് അമ്പലം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതുവാനായിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമായിരിക്കും ഇത്. ഉടഞ്ഞിരിച്ച് എന്നത് കെട്ടിടാം. എന്ത് കെട്ടിടായിരുന്നു? എന്നാ കെട്ടിടാ? ആ ഓക്കെ. നമ്മളിവിടെ 2 പയ്യന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് കളിക്കായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു കെട്ടിടമാണ് ഇത്. ഇപ്പോൾ എന്ത് കെട്ടിടാന്ന് ഇപ്പോൾ അവർക്ക് അറിയില്ല എന്ന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയൊരു ഫോട്ടോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ വലിയ കെട്ടിടം, ഇത് പണ്ടത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ കേട്ടോ. ഈ അവിടെ ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. ചില സ്ഥലങ്ങളായിട്ട് കാണാം നമുക്ക് കുറേ. ബാക്കിയൊക്കെ മണ്ണിൻ്റെ അടിയിലുണ്ട് കേട്ടോ. മണ്ണിൻ്റെ അടിയിൽ പോയി ഉണ്ടാവും. ചില സ്ഥലങ്ങൾ മാത്രമേ പൊന്തി നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാട് പിടിച്ചിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഏകദേശം നല്ലൊരു ഭാഗം കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം കാട് പിടിച്ചെടുക്കുക. ഇവിടെ നോക്കിയാൽ മൊത്തത്തിലുണ്ട് കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നശിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി. വിശാലമായ കടലാണ് തൊട്ടപ്പുറത്ത്. അതൊക്കെ ഉണ്ടോ, നല്ല വിശാലമായ കടലാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടോ. നമുക്ക് ഇനി അങ്ങോട്ട് നോട്ടത്താ ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ത് സംഭവം എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ അവിടെ 1-2 സംഭവങ്ങളുടെ ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചർച്ചിൻ്റെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. വാച്ച് ടവറിലേക്ക് പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വാച്ച് ടവറിൻ്റെ മുകളിൽ ആളുകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾഡ് ധനുഷ്കോടി എത്തിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ പുറകിലുണ്ടോ അതൊക്കെ. ഇതൊക്കെ പണ്ട് വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നു. പിന്നീട് സുനാമിക്ക് ശേഷം പിന്നെ അതുപോലെ തന്നെ കൊടുങ്കാറ്റിന് ശേഷമൊക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം കേട്ടോ. ഇവിടെ ഇപ്പോഴും ഒരുപാട് അവശിഷ്ടങ്ങൾ ഇപ്പം നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അകലെ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വാച്ച് ടവർ ഉണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ, ഫുള്ള് മണലാട്ടോ. മണലിൽ നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ അമ്പലവും സ്കൂളായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് കാണുന്ന വരാന്തിയും അതുപോലെ ഒരുപാട് തൂണുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാറുണ്ട്. അപ്പോൾ തന്നെ ഇവിടുത്തെ വാച്ച് ടവർ കണ്ടോ, ആ മുകളിൽ കാണാൻ വാച്ച് ടവർ. അപ്പോൾ അവിടേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ശ്രീലങ്ക ഒക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ നമ്മളിവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ അലൗഡല്ലാന്നാണ് പറഞ്ഞത്. എന്താ സംഭവം എന്നറിയില്ല. നമുക്കെന്തായാലും നോക്കാം അവിടെ പോയിട്ട്. ഇവിടെയൊക്കെ കെട്ടിടങ്ങൾക്കൊന്നും അനുമതി കൊടുക്കണില്ല കേട്ടോ. കാരണം ഇത് ഇങ്ങനെ സംഭവം നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ആ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കത്തിൻ്റെ കടൽക്ഷോഭത്തിന് ശേഷം ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾക്കൊന്നും പെർമിഷൻ ഇല്ല. അതൊക്കെ ഇതുപോലുള്ള സാധാ ഓല ഷെഡുകളാണ് അവിടെ കാണുന്നത് കേട്ടോ. മൊത്തം ഓലയും ആസ്പെറ്റോസും മേഞ്ഞിട്ടുള്ള കടകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനടുത്ത് വാച്ച് ടവർ, അതിൻ്റെ മുകളിൽ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ഇതിനുള്ളിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ 10 രൂപ 5 രൂപ ടിക്കറ്റ് റേഞ്ച് ഉണ്ട് കേട്ടോ. ചാർജ് ചെയ്തിട്ടുണ്ട്. ആഹാ, നമുക്ക് നെറ്റും ഇല്ല, റേഞ്ചിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഉണക്കമീനെ തോന്നും കേട്ടോ. അതൊക്കെ ഇവിടെ ഉണക്കാനുണ്ടോ, ഇതുപോലുള്ള ഉണക്കമീനാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇവിടെ മീനൊക്കെ ഉണക്കാറുണ്ടോക്കി ഒരു ചാക്ക് പോലെ സംഭവത്തിലിട്ടിട്ട് ഉണക്കണ ഒക്കെ അങ്ങനെയൊക്കെ തിറച്ച് പോയിട്ടുണ്ട് മീനുകളൊക്കെ. ഈ ഹോട്ടൽ ഈ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഒരുപാട് വൈറലായ ഒരു ഹോട്ടലാട്ടോ ഈ കാണുന്നത്. ശ്രീ ഭഗവാൻ എന്നാണ് അതിൻ്റെ പേര്. ഇതിവിടുത്തെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. അതൊക്കെ നമ്മുടെ ധനുഷ്കോടിയിലെ പോസ്റ്റ് ഓഫീസിന് കാണുന്നത്. ഇപ്പോൾ ഓലമഞ്ഞ ഷെഡ് പോലെ കാണുന്നത്. ഇത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കസാരം കാലൊക്കെ കിടക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശീല സന്തോഷമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ആളുടെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡെയിൽ 10 ഡെയിൽ 100 ആ ആളിലാണ് കേട്ടോ അത്.
അപ്പോൾ ഒരു മുന്നൊരു ആ ഹോട്ടലിൻ്റെ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു ഷൂട്ടായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെ കണ്ട് സംസാരിച്ചു. നല്ലൊരു മനുഷ്യനായിട്ട് ആൾ, നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നില്ല. അപ്പോൾ ആൾ അത്യാവശ്യം വലിയ ജാടൊന്നുമില്ലാത്ത നമ്മൾ സംസാരിച്ചു. അപ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് പോകുന്നുണ്ട്. ധനുഷ്കോടിയിൽ നിന്ന് പോന്നിട്ട് കലാം സാറിൻ്റെ വീട് കാണാൻ പോകണം. അപ്പോൾ വീട് കാണാൻ പോകേണ്ട തൊട്ടടുത്ത് ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കാണണത് ഹൗസ് ഓഫ് കലാം. ഇവിടെ ഇതാണ്, ഇതാണ് വീട്. വേറെ ഒന്നും ഗംഭീരില്ല. അങ്ങനെ ഉള്ളിക്കായിട്ട് ക്യാമറ അലോടാന്നുള്ളൂ. അതെ, നമ്മുടെ കലാം സാറിൻ്റെ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇതിക്ക് മുകളിലേക്ക് ക്യാമറ അലോഡാണെന്ന് അറിയില്ല കേട്ടോ, ഉള്ളിൽ കയറി കാണണേ. ഒരു മോളിൽ കയറി കൊണ്ട് നോക്കണം. കലാം സാറിൻ്റെ മ്യൂസിയം ഇട്ടത്. ഇവിടെ കാണുന്ന ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ വയ്ക്കല്. അത് ചെറിയ ഇടനാഴിയോടെ കയറി പോകട്ടോ. മുകളിലേക്ക് ക്യാമറ ലോഡൊന്നും അറിയില്ല.